അതെ, ഇത്രയും മനോഹരമായിട്ടുള്ള ഇയറിംഗ് നമുക്ക് കൈകൊണ്ട് ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്സ് സ്ട്രിപ്പാണ്, പ്ലസ് സ്ക്വയർ ആയിട്ടുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്, ഡ്രോപ്പ് ആയിട്ടുള്ള കുന്തൻ സ്റ്റോണും ഉണ്ട് കേട്ടോ ഇതിൽ. ഇപ്പം ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് സ്റ്റഡ് ചെയ്യാനായിട്ട് സ്ക്വയർ കുന്തനാണ്. ഒരു രണ്ട് വെച്ച് 2 ലെയറിൽ രണ്ട് കുന്തൻ സ്റ്റോൺ കൊടുക്കുക. സ്ക്വയർ കുന്തൻ സ്റ്റോൺ ഒരു ലെയറിൽ ഇട്ടു, അടുത്ത ലെയറിൽ ഇട്ടു. ഇനി ഇതിനെ നമ്മൾ സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തെടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഘട്ടം. ഓരോ സൈഡിലേക്കും ഗ്ലൂ അപ്ലൈ ചെയ്യുക, ആ സ്റ്റോൺ ചെയിൻ കൊടുക്കുക, കട്ട് ചെയ്യുക. അടുത്ത സൈഡിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ വെക്കുക, കട്ട് ചെയ്ത് മാറ്റുക. കണ്ടില്ലേ? കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഗ്ലൂ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് വരണമെന്നില്ല. അതിനുശേഷം എല്ലാം കട്ട് ചെയ്ത് മാറ്റി നീറ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡിനെ നമ്മൾ എന്താ പറയുക, നമ്മളെ വാക്സ് സ്ട്രിപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഒന്ന് നമ്മൾ അതിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇത് ഉരിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നും വരില്ല. സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ്, കാരണം പ്ലെയിൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് നമ്മളുടെ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. ഹാങ്ങിന് വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ വാക്സ് സ്ട്രിപ്പിലേക്ക് 3 കുന്തൻ സ്റ്റോൺ, ഫസ്റ്റ് നമ്മൾ സ്റ്റഡിൽ ചെയ്ത് 2 കുന്തൻ സ്റ്റോണാണ് വെച്ചത്. ഇനി ഹാങ്ങിങ്ങിൽ 3 കുന്തൻ സ്റ്റോൺ വെച്ച് ഒരു എന്താ പറയുക 3 ലെയർ കൊടുക്കുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ. കണ്ടില്ലേ? ഇപ്പം നമുക്ക് കണ്ടില്ലേ, ഒരു ഡയമണ്ട് ഷേപ്പിലായി. അതിനെന്താ ഓരോ സൈഡും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ വരും. അതിൻ്റെ സൈഡ് തിരിച്ചെടുക്കുക, എന്നിട്ട് സൈഡിലേക്ക് ഓരോ പോർഷനിലേക്കും ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മളെ സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുക. ഈ സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുക്കുന്ന മാത്രമാണ് എന്താ പറയുക കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത്. അല്ലാതെ ബാക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക അത്രയും കട്ട് ചെയ്യുന്നില്ല. സ്റ്റോൺ ചെയിനൊക്കെ ഇതാന്ന് പറയുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ സീസർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ആ സമയം തന്നെ അത് സൈഡൊക്കെ ഒന്ന് നീറ്റായി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാവോ ഒരു വൃത്തികേടായിട്ട് നിൽക്കും. ഒന്ന് ഫിനിഷ് ചെയ്യുക, എന്നിട്ട് 4 സൈഡും കവർ ചെയ്തെടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇയറിംഗ് ആണ്. വളരെ മനോഹരമാണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കുറച്ച് റേറ്റ് കൊടുക്കണ്ടേ? ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്തിട്ടാലോ? അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാവോ, 2 സൈഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രോപ്പ് കുന്തൻ, അതേ കളർ തന്നെയാണ് എടുക്കുന്നത്, ഒരു പീകോക്ക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ആ ഡ്രോപ്പ് കുന്തൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് 2 സൈഡിലും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ലെയറിൽ എത്ര കുന്തൻ സ്റ്റോൺ എടുക്കുന്നോ അതേ കുന്തൻ സ്റ്റോണിൻ്റെ അളവായിരിക്കണം ഇപ്പുറത്ത്. ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ 5, അല്ലെങ്കിൽ 6 ആണ്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം കൊടുക്കും അത് തന്നെയായിരിക്കണം. അത് 2 ലെയറിൽ ഈക്വൽ ആയിരിക്കണം. അത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ 2 സൈഡിലും ഈക്വലായിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ. കൊടുത്തു. ഇപ്പം തന്നെ അതൊരു കുറച്ചുകൂടെ ഒരു എടുത്ത് നിൽക്കുന്നില്ലേ? ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ കട്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വാക്സ് സ്ട്രിപ്പ് അല്ലേ. നമുക്കിനി OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റായാലും കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. കട്ട് ചെയ്യുമ്പോൾ കൈയൊന്നും കട്ടാവാതെ ശ്രദ്ധിക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റി നോക്കിയേ. അപ്പോൾ എല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ആയതുകൊണ്ട് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ എന്താ പറയുക, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത് നമ്മുടെ ഹാങ്ങിങ് ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുക. ഇത് ഐപ്പിന്നാണ് കേട്ടോ. ഐപ്പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് പോർഷനില്ലേ ഇതുപോലെ അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓപ്പണായി വരും. എന്നിട്ട് ഗുങ്കുരു ഇത് കുറച്ച് ചെറുതാണ്, ഒത്തിരി വലിയ സൈസല്ല, പല സൈസിലുണ്ട്. ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഓരോ ഐ പിന്നിലും 2 എണ്ണം വെച്ച് കണ്ടോ, 2 എണ്ണം വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് എനിക്ക് താഴെ ഞാൻ ഹാങ്ങിങ് ആയിട്ട് ഫുൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങ് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു, കണ്ടില്ലേ? അതിപ്പോൾ ഹാങ്ങിങ് ആയി കിടക്കുന്നത് ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കിടക്കും. അപ്പോൾ എന്താ പറയുക, അടുത്ത് 2 ഐ പിൻ ലെങ്ത് കട്ട് ചെയ്താണ് എടുത്തത്. കണ്ടോ, 2 ഐ പിൻ എടുത്തു. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അടുത്തതുമായിട്ട് കണക്ട് ചെയ്തു. ഇത് നമ്മളെ ഹാങ്ങിങ്സുകൾ രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടോ, അപ്പോൾ
ഇത് അവസാനം ചെയ്താലും മതി, ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതേ നമ്മുടെ ഹാങ്ങിങ് എടുത്തു. ഇനി ഇതിൻ്റെ പുറകിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ ഗുങ്കുരു എടുത്തു വെച്ചിരിക്കുന്ന ലൈപ്പിനിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിൽ നന്നായി നല്ല ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ദേ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവശ്യമുള്ളതെല്ലാം ഒരുമിച്ച് ഞാൻ ഒന്നാണ് കാണിച്ചത്, കാരണം ഒത്തിരി ചെയ്തെടുത്തു ഞാൻ. നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ലെയറിലും കംപ്ലീറ്റ് ആവശ്യമുള്ളത് അത്രയും ചെയ്തെടുത്തു. അപ്പോൾ അത്രയും എന്ത് ചെയ്തു, ആ സമയത്തിന് നമ്മൾ ഒരുമിച്ച് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ഒന്നുമില്ല, ഐപ്പിൻ നല്ല നീളം ഉണ്ടാവും, അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഇത്രയും ഒരു ചെറിയൊരു ലെങ്ത് മതി. ആ ലെങ്തിൽ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക ബാക്കി. വീണ്ടും അത് കംപ്ലീറ്റ് രണ്ട് സൈഡും ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, അതിൻ്റെ സൈഡ് മാറാതെ എന്താ പറയുക, നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒരു സൈഡ് കറക്റ്റ് എല്ലാം ഒരേ ലെവലിൽ വരാനായിട്ട് ഇത് ചെയ്യുക. കുറച്ചെല്ലാം ഒരേ ഗ്യാപ്പിലൊക്കെ നിൽക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത സൈഡിലേക്ക് ഒട്ടിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ കയ്യിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഗമ്മിൻ്റെയൊക്കെ ഇതില്ലേ, അതൊക്കെ വരുമ്പോൾ എല്ലാം നമ്മുടെ കയ്യിലൊക്കെ ഇളകി വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കയ്യിലൊക്കെ ഗമ്മായിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തുണി വെച്ചിരുന്നിട്ട് അതിൽ തുടച്ച് കളയുക. എന്നിട്ട് നമ്മളത് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് വാട്ടർ സൈഡിൽ വെച്ചിരുന്നാലും മതി. ഞാൻ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴും. അല്ലെങ്കിൽ ടിഷ്യൂ എങ്കിലും വെക്കാറുണ്ട്. ടിഷ്യൂ എന്തെങ്കിലും ഗമ്മാകുമ്പോൾ കയ്യിലൊട്ടി പിടിക്കും, അതുകൊണ്ട് തുണിയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് വേണ്ട ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറകിലേക്ക് ഒന്നും കൂടെ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഹാങ്ങിങ്സ് തമ്മിൽ നമ്മൾ അപ്പറിലതും ലോവറിലതും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി രണ്ട് ഐപ്പിന്നുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മുടെ ഇതേ സെൻറ്ററിലേക്ക് കൊടുക്കുക. ഇതുപോലെ കണ്ടോ, അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു. ഇനി പുറകിലേക്ക് അതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത്. നിങ്ങൾ നോക്കി ഇതിലെന്തെങ്കിലും ഫിനിഷിങ്ങിൻ്റെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വൃത്തിയുടെ ഒന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് ആയാലും ഒരു വൃത്തിയുടെ ഇല്ല നമുക്ക്. ഇനി ഇതിൻ്റെ പുറകിലേക്ക് ജസ്റ്റ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേളിൽ നമ്മൾ ഇപ്പോൾ ഒരു ഐപ്പിന് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഹാങ്ങിങ്സിൽ, അതും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് ഒരു ചെറിയൊരു പീസ് നമ്മുടെ വാക്സ് സ്ട്രിപ്പും കൂടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ, കാര്യം കഴിഞ്ഞു. വേണ്ട ഇനി അടുത്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് അതും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ചെറിയൊരു പീസ് അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നോക്കി ബാക്ക് നോക്കി, എന്ത് ഫിനിഷിംഗ് ആണ്, എന്ത് നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വൃത്തിയുടെ ഒന്നുമില്ല, നമുക്ക് വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ